നമ്മളിപ്പോൾ ഉള്ളത് മധുരൈ സൺഡേ മാർക്കറ്റിലാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഈ ഒരു മാർക്കറ്റിൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഒരുപാട് സാധനങ്ങളുണ്ട്, അതും വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് വേണമെങ്കിൽ ബാർഗെയിൻ ചെയ്ത് മേടിക്കാനായിട്ട് പറ്റും. ഇതുപോലുള്ള നാണയങ്ങൾ, ഇത് പഴയ നാണയങ്ങളാണ് ഇരിക്കുന്നതെല്ലാം. പഴയ നോട്ടുകളുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞാനിവിടെ കണ്ടു. അപ്പം ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു സൺഡേ മാർക്കറ്റും അതുപോലെ മധുരൈ മീനാക്ഷി ക്ഷേത്രവും അതുപോലെ തിരുമലൈ നായ്ക്കർ പാലസുമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഫോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നോട്ട്സോ നമ്മുടെ നാട്ടിൽ നിരോധിച്ച 1000-ന്റെ നോട്ടൊക്കെയാണ് കേട്ടോ. അതായത് ഒരു കാലത്ത് നമ്മളൊക്കെ പോക്കറ്റിൽ വെച്ച് കുതിച്ചിരുന്ന പൈസ അതിപ്പോൾ ഇവിടെ വെറും പേപ്പർ കഷ്ണമായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു മാർക്കറ്റിൽ അതിന് 200 രൂപയാണ് പുള്ളി പറയുന്ന വില. ബാർഗെയിൻ ചെയ്താൽ അത് കുറഞ്ഞ് കിട്ടും. അതുപോലെ പഴയ നോട്ടുകൾ ബംഗ്ലാദേശിൻ്റെയും ശ്രീലങ്കയുടെയും മ്യാൻമറിൻ്റെയും ബർമയുടെയൊക്കെ നോട്ടുകൾ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഓരോ വിലയാണ് പറയുന്നത്. ഈ ഒരു രൂപ നോട്ടിന് 6 രൂപയാണ് വില പറയുന്നത്. ഇതിപ്പോഴും വാലിഡ് ആയിട്ടുള്ള നോട്ടാണ്, അതിന് 6 രൂപയാണ് വില പറയുന്നത്. അപ്പം നമ്മളിവിടുന്ന് 2-3 നോട്ട് മേടിച്ചിട്ടുണ്ട്. ആ പഴയൊരു 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട്. ഈ 200 രൂപ പറഞ്ഞ ആ ഒരു നോട്ട് നമ്മൾ 65 രൂപ ആ ഒരു റേഞ്ചിലാണ് നമ്മളിത് മേടിച്ചത്. അതായത് നമ്മളിവിടെയുള്ള സാധനങ്ങൾ ഇവരൊരു റേറ്റ് പറയും, അത് നമ്മൾ മാക്സിമം താത്തയങ്ങ് പിടിക്കുക, അത് കിട്ടും. ഈ നോട്ട് ബംഗ്ലാദേശിൻ്റെയാണ്, ബംഗ്ലാദേശ് ബാങ്കിൽ നിന്ന് അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പഴയ നാണയങ്ങൾ എല്ലാം ഉണ്ട്. ഇതിന് ഇവർ പറയുന്ന വില ഇത്തിരി കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ബാർഗെയിൻ ചെയ്യുക. ഈ ഒരു മാർക്കറ്റിൽ എല്ലാം അങ്ങനെ തന്നെയാണ്. நான் அந்த கலைப்பொருள் வியாபாரம் வந்து ஒரு 4 ஆண்டா பாக்குறேன். மக்களுடைய விழிப்புணர்வுக்காக பாக்குறேன். பழைய நாணயத்துக்கும் புது நாணயத்துக்கு என்ன டிஃபரன்ஸ் இருக்கு, இந்த காலத்துக்கு இப்போ எப்படி ஒவ்வொருடைய டெக்னிக் வித்தியாசங்கள் இருக்கு அப்படிங்கிறத எடுத்து மக்களுக்கு விழிப்புணர்வா பார்த்தா தான் அந்த பழைய காலத்து காசுகிட்டு போயிட்டு நவநாரி காலம். ഈ ഒരു അണ്ണൻ പറയുന്നത് പഴയ ഒരു കാലത്തെയും പുതിയ നാണയങ്ങളും അല്ലെങ്കിൽ പഴയ സാധനങ്ങളും പുതിയ സാധനങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇന്നത്തെ ഒരു ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഈ കച്ചവടം ചെയ്യുന്നതെന്നാണ്. ഒരു വീക്ഷണം അല്ലെങ്കിൽ ഈ ഒരു ചെയ്യുന്ന ജോലിയെ പറ്റിയിട്ട് തൻ്റേതായ ഒരു വീക്ഷണമുള്ള കച്ചവടക്കാരനാണിത്. ഏതായാലും എനിക്ക് അദ്ദേഹം പറഞ്ഞ ആ ഒരു കാഴ്ചപ്പാട് ഇഷ്ടപ്പെട്ടു. നമ്മളേതായാലും ഈ ഒരു മാർക്കറ്റിൽ നിന്ന് തിരുമലൈ നായ്ക്കർ പാലസിലോട്ട് പോകാനായിട്ട് പോവുകയാണ്. ഇതാണ് സുൽത്താൻ. ഇദ്ദേഹം എനിക്ക് വേണ്ടിയുള്ള വണ്ടി ബുക്ക് ചെയ്ത് തരികയാണ്. ഞാൻ ഓട്ടോക്കാരനോട് ചോദിച്ചപ്പോൾ 80 രൂപയാണ് ചാർജ് പറഞ്ഞത്. അതായത് 1 കിലോമീറ്റർ ദൂരത്തേക്ക് കണ്ടാണ് 80 രൂപ ചാർജ് പറഞ്ഞത്. ഇവിടുന്ന് ഏകദേശം 3 കിലോമീറ്റർ ദൂരമാണ് തിരുമലൈ നായ്ക്കർ പാലസിലോട്ടുള്ളത്. അതായത് ഏകദേശം ഒരു എത്രയാണ് 24 240 രൂപയോളം ചിലവ് വരും. അപ്പോൾ ആ 240 രൂപ ചിലവ് വരുന്ന ഒരു യാത്ര ഈ ഒരു കടയിലെ ഈ പറഞ്ഞ സുൽത്താൻ എന്ന് പറയുന്നതാണ്. ഞാൻ ഈ കടയിൽ ടെമ്പററി ഗ്ലാസ് ഒട്ടിക്കാനായിട്ട് പോയതാണ്. വെറുതെ വഴി ചോദിച്ചപ്പോൾ ഈ സുൽത്താൻ എന്ന് പറയുന്ന ഈ ഒരു ബ്രോ നമുക്ക് വണ്ടി ബുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് റാബിറ്റോ എന്ന് പറയുന്നൊരു ആപ്പ്, എനിക്ക് ഈ ആപ്പിനെ പറ്റി അറിയില്ലായിരുന്നു. അദ്ദേഹം എൻ്റെ ഫോണിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയാണ്. അപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്യുന്നുള്ളത് പുള്ളി കാണുന്നില്ല. എനിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അദ്ദേഹം തന്നെ ആ ഡ്രൈവറെ വിളിച്ച് എവിടെ പിക്ക് ചെയ്യാൻ വരണമെന്നുള്ള അടക്കം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മുഖമാണിത്, മധുരയിലെ സുൽത്താൻ. മധുരൈ സൺഡേ മാർക്കറ്റിൻ്റെ അകത്ത് ഈ ഒരു ടെമ്പർ ഗ്ലാസ് 49 രൂപയ്ക്ക് ടെമ്പററി ഗ്ലാസ് ഒട്ടിക്കുന്ന കട, ഈ ഒരു കടയിൽ നിന്നാണ് ഞാനിത് പരിചയപ്പെടുന്നത്. അപ്പോൾ ഏതായാലും അദ്ദേഹം എനിക്കുള്ള വാഹനം റെഡിയാക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞത് ബൈക്കാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ ബൈക്ക് ടാക്സി ഇല്ലല്ലോ, അപ്പോൾ തമിഴ്നാട്ടിൽ ബൈക്ക് ടാക്സി അവൈലബിൾ ആണ് എന്നുള്ളത് എനിക്ക് പുതിയൊരു അറിവായിരുന്നു. അപ്പം റാബിറ്റോ വഴി അദ്ദേഹം ആ ഒരു ബൈക്ക് ടാക്സി എനിക്ക് വേണ്ടി ബുക്ക് ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനുള്ള നന്ദി പറഞ്ഞ് ഞാൻ പോകാൻ ഇറങ്ങി. അപ്പോൾ നമ്മുടെ ആ ഒരു
മാപ്പ് നമ്മുടെ ഈ സ്വിഗ്ഗി സൊമാറ്റോയൊക്കെ പോലെയാണ് ഇവരിത് കാണുന്നത്. അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച അല്ലെങ്കിൽ ഇങ്ങനൊരു അനുഭവം എനിക്ക് ഉണ്ടാകുന്നത്. അപ്പം ബൈക്ക് ടാക്സി വരാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. തമിഴ്നാട്ടിലെ ബസ്സാണ് കേട്ടോ. ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ KSRTC 100 ഭേദമാണ്. ഗ്ലാസ്സിലൊന്നും പരസ്യം നമ്മൾ ഒട്ടിക്കാറില്ല. ഇത് വണ്ടി കാണാൻ പോലും കഴിയാത്ത രീതിയിൽ പരസ്യം ഒട്ടിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ളൊരു ബസ് കേരളത്തിൽ ഓടിയാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താകുമെന്ന് നമ്മുടെ MVDനെ പറ്റി ഓർക്കുമ്പോൾ എന്തെന്തൊക്കെയോ ചിന്തകൾ വരുന്നു. ഏതായാലും തമിഴ്നാട്ടിൽ MVD അത്ര ശക്തമല്ലെന്ന് തോന്നുന്നു. നമുക്ക് പോകാനുള്ള വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ഇതാണ് ഈ സുൽത്താൻ്റെ കട എന്ന് പറയുന്നത്. വണ്ടി ഇപ്പോൾ വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വന്ന് നിൽക്കുന്നതാണ് വണ്ടി. ഈ ഒരു ബൈക്കിനാണ് നമ്മൾ തിരുമലൈ നായ്ക്കർ പാലസിലോട്ട് പോകുന്നത്. ഒരു OTP പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു ബജാജിൻ്റെ സീറ്റ് 100 ആണെന്ന് തോന്നുന്നു. നമുക്ക് ഹെൽമെറ്റ് തരുന്നില്ല കേട്ടോ. അതുമാത്രമാണ് എനിക്ക് ഈ ഒരു യാത്രയിൽ ചെറിയൊരു റിസ്ക് എലമെൻ്റായിട്ട് തോന്നിയത്. പിന്നെ തമിഴ്നാട്ടിലെ പിൻസീറ്റ് യാത്രക്കാർക്ക് ഹെൽമെറ്റ് വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അതല്ലെങ്കിൽ അത് നിർബന്ധമല്ല. കാരണം ഞാൻ ഇവിടെ കണ്ട ആരുടെയും പിന്നിലിരിക്കുന്ന ആളുകൾക്ക് ഹെൽമെറ്റ് ഇല്ല. നമ്മളേതായാലും OTP പറഞ്ഞു കൊടുത്ത് നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. ₹240 അല്ലെങ്കിൽ 260 രൂപ ചാർജ് വരുന്ന ഈ ഒരു യാത്ര മധുരയിലെ ആ ഒരു സുൽത്താൻ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് നമുക്ക് വേണ്ടി പുതിയൊരു അനുഭവം കൂടിയാണിത്. റാബിറ്റോ എന്ന് പറയുന്നൊരു സംവിധാനം തമിഴ്നാട്ടിൽ ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ മധുരയിൽ ഉണ്ട് എന്നുള്ള ഒരു അറിവ് കൂടിയാണ് എനിക്ക് പകർന്നു തന്നത്. അപ്പോൾ ഈ ഒരു യാത്രയ്ക്ക് നമുക്ക് ചിലവ് വന്നത് വെറും 22 രൂപയാണ്. இது என்ன ஆப்னா ராபிட்டோவா? ராபிட்டோ இது எவ்வளவு நாளா இருக்குங்க? இது எவ்வளவு நாளா இருக்கு? അല്ല എന്താ ആപ്പ് എவ்வளவு നാളാ இருக்குன்னு? ആപ്പ് ரொம்ப നാളാ. ഈ ഒരു റാബിറ്റോ എന്ന് പറയുന്ന ആപ്പ് ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടെന്നാണ് ഈ ഒരെണ്ണം പറഞ്ഞത്. പക്ഷേ ഈ ഡ്രൈവറുടെ ഡ്രൈവിങ് ഒരു കയ്യിൽ ഫോണൊക്കെ പിടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പം ഈ ഒരു അനുഭവം മാത്രമാണ്. പിന്നെ ഹെൽമെറ്റ് നമുക്ക് തരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമാണ് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. പിന്നെ അത്ര ശ്രദ്ധിച്ചൊന്നുമല്ല ഇത് വണ്ടി ഓടിക്കുന്നത്. വളരെ കെയർലെസ് ആയിട്ടാണ് വാഹനം ഓടിക്കുന്നത്. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലുള്ള ഒട്ടുമിക്ക ആളുകളും ഇങ്ങനെ തന്നെയാണ് വാഹനം ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ മധുരൈ പട്ടണത്തിലൂടെ യാത്ര മുമ്പോട്ട് പോവുകയാണ്. തിരുമലൈ നായ്ക്കർ പാലസിലോട്ട് നമ്മുടെ സൺഡേ മാർക്കറ്റിന് ഏകദേശം ഒരു 3 കിലോമീറ്ററാണുള്ളത്. ഈ ഒരു ഗ്രൗണ്ട് പോലെ കാണുന്നത് വൈഗ നദിയാണ്. തമിഴ്നാട്ടിലെ മധുരയുടെ ഒരു ജീവനാടി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വൈഗ നദീനെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ ഒരു യാത്ര മുമ്പോട്ട് പോകുമ്പം മെയിൻ റോഡിൽ നിന്ന് ഇടവഴിയെല്ലാം കയറിയിട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞത് 22 രൂപയാണ് നമുക്കിതിന് ആകെ ചിലവ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ മെയിൻ റോഡിലൊന്നുമില്ല, ഷോർട്ട് കട്ടൊക്കെ കയറിയിട്ടാണ് ഈ ഒരു യാത്ര പോകുന്നത്. ഇത് വഴിയുണ്ടോയെന്ന് ചോദിച്ചാൽ വഴിയുണ്ട്, എന്നാൽ വഴിയില്ലെന്ന് ചോദിച്ചാൽ വഴിയില്ല. അത്തരത്തിലുള്ളൊരു വഴി കൂടിയാണ് നമ്മുടെ ഈ റാബിറ്റോ റൈഡർ നമ്മളെ കൊണ്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇതേതോ റെസിഡൻഷ്യൽ ഏരിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയ അതുപോലെ മാർക്കറ്റിൻ്റെയൊക്കെ അകത്തുകൂടിയാണ്. അത് 2 സൈഡും കടകളാണ്, നിറയെ കടകൾ, നിറയെ ആളുകൾ, അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം വണ്ടികൾ വരുന്നു. നമുക്ക് പുറകെ ഇരിക്കുമ്പോൾ ഈ ക്യാമറയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പേടിയുണ്ട്. എങ്ങാനും പറഞ്ഞ് വീണിട്ടുണ്ടെങ്കിലോ എന്നൊരു ചെറിയ ഭയം എനിക്കുണ്ടായിരുന്നു. ഏതായാലും ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് അദ്ദേഹം നമ്മുടെ ഈ പറഞ്ഞ തിരുമലൈ നായ്ക്കർ പാലസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഓക്കേ, താങ്ക് യു. 25 രൂപയാണ് നമുക്ക് ആ ഒരു ട്രിപ്പിന് ആകെ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി തിരുമലൈ നായ്ക്കർ പാലസിലോട്ട് കയറുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ട്. പാലസിൻ്റെ മെയിൻ ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്. ഇത് ക്ലോസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് പോയി നോക്കണം. ഓപ്പണാണ്, അവിടെ ആളുകൾ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നതിൻ്റെതായിട്ടുള്ള എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. എന്തെങ്കിലും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളായിരിക്കാം. 10 രൂപയാണ് നമുക്ക് ഈ ഒരു പാലസിലോട്ട് കയറാനുള്ള പാസ്സായിട്ട് വരുന്നത്. അപ്പോൾ പാസ് എടുത്ത് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ കാണുന്നത് വിശാലമായ തിരുമലൈ നായ്ക്കർ പാലസാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പാലസാണിത്. വലിയ തൂണുകളും വലിയ ഹാളുകളോടും കൂടിയ വലിയൊരു പാലസ്.
കൊട്ടാരം ശോഷിച്ചെങ്കിലും കൊട്ടാര നർത്തകിമാരൊക്കെ ഇപ്പോഴും സജീവമാണ്. അപ്പോൾ നമ്മൾ നർത്തകിമാരുടെ നൃത്തമൊക്കെ കണ്ട് കൊട്ടാരത്തിൽ നിൽക്കുകയാണ്. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ട് ആ ഒരു പ്രൗഢി നമുക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. എന്നിരുന്നാലും ആ ഒരു കൊട്ടാരത്തിൻ്റെ തനത് ഭംഗി അത്ര തന്നെ കാണാനുമുണ്ട്. ഈ ഒരു കൊട്ടാരത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1623 മുതൽ 1659 വരെ മധുര ഭരിച്ചിരുന്ന മധുരയിലെ നായക രാജവംശത്തിലെ രാജാവായ തിരുമല നായക രാജാവ് 1636 സ്ഥാപിച്ച 17-ാം നൂറ്റാണ്ടിലെ ഒരു കൊട്ടാരമാണ് തിരുമല നായക കൊട്ടാരം. നമ്മൾ ഇന്ന് കാണുന്ന ഈ കെട്ടിടം രാജാവ് താമസിച്ച പ്രധാന കൊട്ടാരമായിരുന്നു. അതായത് അന്ന് ഈ ഒരു സ്ട്രക്ചർ ഇതിൻ്റെ 4 ഇരട്ടി വലിപ്പമുള്ളതായിരുന്നു. ബ്രിട്ടീഷ് രേഖകളനുസരിച്ച് തിരുമല നായക് രാജാവിൻ്റെ ചെറുമകൻ തിരുച്ചിറപ്പള്ളിയിൽ തൻ്റെ സ്വന്തം കൊട്ടാരമായ ചെക്കുനാഥ നായക് കൊട്ടാരം പണിയുന്നതിനായി മികച്ച ഘടനയുടെ ഭൂരിഭാഗവും തകർക്കുകയും ആഭരണങ്ങളും മരപ്പണികളും നീക്കം ചെയ്യുകയും ചെയ്തു. എന്നാൽ ചില ഗവേഷകർ ഈ സംഭവം ഇല്ലാത്തതാണെന്ന് പറയുന്നു. കൂടാതെ പ്രാദേശിക സംഭവങ്ങൾ കെട്ടിട നിർമ്മാണത്തിനൊക്കെയായിട്ട് പല സാമഗ്രികളും അടിച്ചുമാറ്റി കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഉള്ള ഈ ഒരു കൊട്ടാരം എന്ന് പറഞ്ഞാൽ ശോഷിച്ച അവസ്ഥയിലാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ട്. നമ്മളിവിടെ കണ്ട മറ്റൊരു കാഴ്ചയാണ് ഈ ഒരു ഓട്ടോ. ബോസ് എന്നാണ് ഇതിൻ്റെ നമ്പർ. ഇവിടുത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓട്ടോയാണെന്ന് തോന്നുന്നു. തമിഴ്നാടിൻ്റെ സാധാ പാസഞ്ചർ ഓട്ടോനെ അവർ ഈ രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്നിരുന്നാലും ഈ കൊട്ടാരത്തിൻ്റെ ചരിത്രവും എല്ലാം വിസ്മയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. നമ്മൾ തിരുമല നായകർ പാലസൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിലോട്ടാണ്. നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു 1-1.5 കിലോമീറ്റർ ദൂരമാണുള്ളത്. നടക്കാമെന്നാണ് കരുതുന്നത്. നമുക്കായാലും മീനാക്ഷി അമ്മൻ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ട് കാണാം. അതിനിടയ്ക്ക് നമുക്ക് ഫേമസ് ആയിട്ടുള്ള മധുരൈ ജിഗർദണ്ഡ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. കിട്ടുവാണെങ്കിൽ അതും ഒന്ന് ട്രൈ ചെയ്യണം. നടന്നു പോകുന്ന സ്ട്രീറ്റിൽ തന്നെ ഈ ഒരു ജിഗർദണ്ഡ കട കണ്ടു. മധുരൈ ജിഗർദണ്ഡ ബ്ലൂ ലൈം, മൊജിറ്റോ അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഇവിടെ ഒരുപാട് പേര് നിന്ന് ജിഗർദണ്ഡ കുടിക്കുന്നുണ്ട്. നമുക്കും ഒരെണ്ണം വാങ്ങാം. ഇവിടെ 2 തരത്തിലുള്ള ജിഗർദണ്ഡയാണ് ഇവർ പറഞ്ഞത്. സ്പെഷ്യലും നോർമലും. സ്പെഷ്യലിന് 75, നോർമലിന് 50 രൂപയും. ചെറിയ ഒരു ഗ്ലാസ്സിലാണ് നമുക്ക് ഈ ഒരു സാധനം തരുന്നത്. നമ്മളൊരു ജിഗർദണ്ഡ ടേസ്റ്റ് ചെയ്തു. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു ഇതായിട്ട് തോന്നി. അത് എൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ മധുരമാണ്, സ്വീറ്റാണ്. നമ്മുടെ ഒരു പായസമൊക്കെ തണുപ്പിച്ച് തരുന്ന ഒരു രീതിയാണ് എനിക്ക് തോന്നിയത്. എന്നിരുന്നാലും കൊള്ളാം. നല്ല മധുരം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ജിഗർദണ്ഡ വളരെയധികം ഇഷ്ടപ്പെടും. നമ്മുടെ മധുരൈ മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ ആ ഒരു സ്ട്രീറ്റിലോട്ട് എത്തിയിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഈ ഒരു സ്ട്രീറ്റിൽ അവിടെ ഇവിടെയായിട്ട് നമുക്ക് കാണാം. തമിഴ്നാട്ടിൽ നമ്മൾ വന്നാൽ കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. ആളുകൾ റോട്ടിലൊക്കെ ചമ്മരപൊടി ഇട്ടങ്ങ് ഇരിക്കും. അവർക്ക് റോഡൊന്നോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയുള്ള ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. എന്നാൽ തമിഴ്നാട്ടിൽ ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ, ഇതുപോലുള്ള വഴിയോര കച്ചവടങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ മീനാക്ഷി അമ്മൻ ക്ഷേത്രത്തിൻ്റെ ചുറ്റിനുമുള്ള ഒരു സ്ട്രീറ്റാണിത്. ഈ സ്ട്രീറ്റിൽ മൊത്തം ഈ പറഞ്ഞ അമ്പലം കാണാനായിട്ടും അല്ലെങ്കിൽ തൊഴാനായിട്ടും വന്ന ആളുകളാണുള്ളത്. അതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ ഷോപ്പിങ്ങിനായിട്ടും എത്തുന്നുണ്ട്. അപ്പം മധുരൈ മീനാക്ഷി ക്ഷേത്രമൊക്കെ കാണാൻ വരുന്നവരൊക്കെ വരാൻ പറ്റുന്ന ഒരു ട്രെയിനാണ് നമ്മൾ കോട്ടയത്ത് നിന്ന് കയറിയ അമൃത എക്സ്പ്രസ്. രാത്രി കയറിയാൽ രാവിലെ നമുക്കിവിടെ എത്താം. ഇതാണ് ഇതിൻ്റെ ഒരു കവാടം കാണുന്നത്. ഇവിടെ 4 ദിക്കിലും ഇതിൻ്റെ ഗോപുരങ്ങളുണ്ട്. നോർത്ത് ഗേറ്റ്, ഈസ്റ്റ് ഗേറ്റ്, അങ്ങനെ ഓരോ ഗോപുരങ്ങൾ നമുക്കിതിന് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഫ്രീ ആയിട്ട് സൂക്ഷിക്കാം. ഫ്രീ ആയിട്ട് ചപ്പലൊക്കെ വെക്കാനുള്ള സൗകര്യവും നമുക്കിവിടെ ഉണ്ട്. അതായത് നമ്മുടെ ലഗേജൊക്കെ ആയിട്ട് വന്നാലും നമുക്കിതിൻ്റെ അകത്ത് വെച്ചിട്ട് സ്വസ്ഥമായിട്ട് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാം. മധുരൈ മീനാക്ഷി ക്ഷേത്രത്തെ പറ്റി നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത അത്രയുള്ള ഭംഗിയാണ് ആ ഒരു ആർട്ട് അല്ലെങ്കിൽ ആ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിമനോഹരമായിട്ടാണ് ഇത്രയും വലിയ ഒരു ഗോപുരം ഇവരിവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൻ്റെ പിന്നിലുള്ള കഥകളൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു കാലത്ത് ഇത്രയും വലിയ ഒരു ഗോപുരം കണക്കിനുള്ള ഒരു സൃഷ്ടി ഉണ്ടാക്കുവാനായിട്ട് ഒരുപാട് ആളുകളുടെ മാനുഷിക അധ്വാനം മുതലായിട്ടുണ്ട്. നമ്മൾ കേട്ട കഥകളനുസരിച്ച് ഓരോ തട്ട് പണിയും തോറും ആ ഒരു തട്ട് മണ്ണിട്ട് മൂടുകയും പിന്നെ അതിൻ്റെ മുകളിലായിട്ട് അടുത്ത സ്ട്രക്ചർ പണിയുകയും പിന്നെ ഈ നിലകളെല്ലാം പണിതിന് ശേഷം ആ ഒരു മണ്ണ് അല്ലെങ്കിൽ ആ ഒരു മൺകുന നീക്കം ചെയ്യുകയാണ് ചെയ്തത്. അതായത് അന്ന് ഇന്നുള്ളതുപോലെയുള്ള ക്രെയിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നുമില്ലാത്തൊരു കാലത്താണ് ഇത്രയും വലിയൊരു സ്ട്രക്ചർ അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മാനുഷിക അധ്വാനം തന്നെയാണ്. എന്തായാലും വളരെ മനോഹരമായ കൊത്തുപണികൾ കൊണ്ട് നിറഞ്ഞ ഒരു ഗോപുരമാണിത്. ഇത് നോർത്ത് ടവറാണ് അല്ലെങ്കിൽ വടക്കേ നട എന്ന് നമ്മൾ പറയുന്നത്.
ഇങ്ങനെ നോക്കി നിന്നാൽ തന്നെ ഒരുപാട് നേരം നോക്കി നിൽക്കാൻ നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു സൃഷ്ടിയാണ് മധുരൈ മീനാക്ഷി ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മളേതായാലും ഈ ഒരു സ്ട്രീറ്റിലൂടെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് മുമ്പോട്ട് നടക്കുകയാണ്. ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് നമ്മുടെ ഈ ഒരു യാത്രയുടെ അവസാന ഭാഗം പോകുന്നത്. നമ്മൾ ഈ ഒരു ക്ഷേത്ര പരിസരത്ത് തന്നെയാണ് ഭക്ഷണം കഴിച്ചത്. കാരണം ഇവിടെ ഒരുപാട് നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളുണ്ട്. നല്ല ദോശയും നല്ല ഭക്ഷണവും എല്ലാം നമുക്കിവിടെ കിട്ടും. നമ്മൾ ആ ഭക്ഷണമെല്ലാം കഴിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള ഒരു ഉദ്ദേശത്തിലാണ്. എത്ര കണ്ടാലും മതി വരാത്ത ഒന്നാണ് നമ്മുടെ മുമ്പിലുള്ള ഈ ഒരു മധുരൈ മീനാക്ഷി ക്ഷേത്രം എന്ന് പറയുന്നത്. അത്ര മനോഹരമാണ് ഇതിൻ്റെ ഒരു നിർമ്മിതി എന്ന് പറയുന്നത്. പല വശത്തു നിന്ന് നോക്കുമ്പോൾ പല രീതിയിലുള്ള കാഴ്ച നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ച് കാണാനായിട്ട് പറ്റും. ഈ കാഴ്ചകളെല്ലാം കണ്ട് ഈ മീനാക്ഷി ക്ഷേത്രം ഉണ്ടാക്കിയ ആളുകളുടെ ആ ഒരു മനുഷ്യ പ്രേരണത്തെ നമിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് ഒരു വന്ദനം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു മധുരൈ സുൽത്താൻ എന്ന വീഡിയോ സീരീസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മധുരയിൽ നിന്ന് നിങ്ങളോട് യാത്ര പറയുകയാണ്.